ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചക്ക മാങ്ങൊക്കെ സീസൺ അല്ലേ. എല്ലാവരും ചക്ക കഴിച്ചു കഴിഞ്ഞാൽ ചക്കക്കുരു നമ്മൾ പൊതുവേ എല്ലാവരും കളയാറാണ് പതിവ്. ഇല്ലാന്നുണ്ടെങ്കിൽ 1-2 ദിവസം നമ്മൾ കറി വെക്കുകയോ പുഴുങ്ങിയെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും വൈകിട്ടുള്ള ചായക്ക്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ. ഒട്ടും എണ്ണയിലൊന്നും റെഡിയാക്കി എടുക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ നമ്മുടെ മക്കളെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ആയിട്ടുള്ള ടൈമൊക്കെ അല്ലേ, അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ചക്കക്കുരു കിട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് ചക്കക്കുരുവൊക്കെ. നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങൾ നമുക്ക് ഈ ഒരു ചക്കയിൽ നിന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ചക്കക്കുരു വെച്ചിട്ട് ചക്ക വെച്ചിട്ടൊക്കെ ഒരുപാട് ഐറ്റം നമുക്ക് റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ ഞാനിതാ നമ്മൾ ചക്കക്കുരു നല്ലപോലെ കഴുകി നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഉണക്കിയെടുക്കുമ്പോഴൊരു പ്രത്യേകത, നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പ്രയാസം ഉണ്ടാവില്ല. ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇതേപോലെ നമ്മളൊന്ന് നടുക ഒന്ന് കീറിയെടുക്കുക. നമ്മുടെ ഈ ഒരു ചക്കക്കുരുവിൻ്റെ ഈ ഒരു ബ്രൗൺ പോർഷൻ നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് ഇടുന്നോട്ടെ. ഒരുപാട് വൈറ്റമിൻസ് ഉള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ചക്കക്കുരു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കണ്ടില്ലേ, നല്ല പോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് പാനിലൊന്ന് വറുത്തെടുക്കുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ആക്കിയെടുക്കാം. വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ള ചക്കക്കുരു ഞാനിവിടെ നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇതാ ഞാൻ കണ്ടില്ലേ, ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നന്നായി ഒന്ന് കഴുകി ഒരു സ്ട്രെയിനറിലേക്കൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ടവലിലോ ഒരു തുണിയിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മളിത് വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ. നമുക്കിതൊന്ന് വറുത്ത് എടുക്കാം. അപ്പം അതിലേക്ക് ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് ഞാനിവിടെ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം. ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതവിടെ ഇരുന്നൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇതാ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് പോകും. ഇനി ഇത് നമുക്ക് കൈവിടാതെ തന്നെ നല്ല പോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും വിധത്തിൽ നമ്മളൊന്ന് വറുത്തെടുക്കാം. നമ്മൾ അരിയൊക്കെ വറുത്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് സമയം പിടിച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ചക്കക്കുരു വേവിച്ചെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് ടൈം എടുക്കും ഇത് വറുത്ത് കിട്ടുമ്പോൾ. പിന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് റെഡിയായതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചക്കക്കുരു കണ്ടില്ലേ, നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സറി ജാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടണം. ആ ഒരു രീതിയിൽ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുക. കണ്ടല്ലോ. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്ക് മിക്സറി ജാറിൽ പൊടിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് തണുത്ത് കിട്ടണം. അതിനോടൊപ്പം തന്നെ 2 കൈപ്പിടിയോളം കപ്പലണ്ടി നമ്മുടെ പീനട്ട് കൂടെ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് വറുത്ത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു 2 ബാച്ചായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ, പൊടിച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇതാ നമ്മൾ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ 2 ബാച്ചായിട്ട് നമ്മൾ ചക്കക്കുരു നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്തെടുത്ത കപ്പലണ്ടി ഇതിലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ആ ഒരു രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 1 കൈപ്പിടിയോളം അവിൽ, ഏത് അവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. നമുക്കൊന്ന് പിടിച്ച് കിട്ടുമ്പോൾ ഒരു ബൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇതിന് പകരം നിങ്ങൾക്ക് റസ്ക് പൊടിയോ ബിസ്ക്കറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ അരി വറുത്തതോ ഒക്കെ ചേർക്കാം കേട്ടോ. അതേപോലെ കറുത്തെള്ള് വേണമെങ്കിൽ അത് ചേർത്തെടുക്കാം, വെളുത്തെള്ള് വേണമെങ്കിൽ അതും ചേർത്തെടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഒരു പിടിയോളം അവിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇതാ നമ്മൾ പീനട്ടും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു തേങ്ങയാണ് എടുത്തിട്ടില്ല കേട്ടോ. അത് നമുക്ക് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. നമ്മൾ ഈ ഒരു തേങ്ങയുടെ മിക്സിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ്, നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പീനട്ട്, ഇതിലേക്ക് നമ്മൾ ചിരകി മാറ്റി വെച്ചിട്ടുള്ള ചതക്കി എടുത്ത തേങ്ങയും ഇതിലോട്ട് ഞാൻ ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചുക്ക് പൊടിയോ ജീരകത്തിൻ്റെ പൊടിയോ ഒക്കെ ചേർക്കാം കേട്ടോ. കണ്ടില്ല, ഈ ഒരു രീതി മതി. ഒത്തിരി അത് ബ്രൗൺ കളറ് ആവണ്ട കേട്ടോ. ഇനി നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ ചക്കക്കുരു പീനട്ടും ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരപ്പാനി അല്പമായിട്ട് ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ശർക്കരപ്പാനി മുഴുവനായിട്ടും ഒന്ന് വലിഞ്ഞ് വരുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ടൈറ്റാക്കി എടുക്കണം, ഒന്ന് എന്താ പറയുക ഡ്രൈ ആക്കി എടുക്കുക. അപ്പം ഇതാ നമ്മുടെ കണ്ടില്ലേ ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനി നല്ല പോലെ അങ്ങ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ അങ്ങ് വലിഞ്ഞു വന്നോളും. അപ്പോൾ നമ്മുടെ പൊടിച്ചെടുത്ത ചക്കക്കുരുവൊക്കെ നല്ല പോലെ അങ്ങ് സോഫ്റ്റായിട്ട് കിട്ടും. ഇത്രയും മതി. ഇനി ഇതൊന്ന് നമുക്കിത് ഉരുട്ടിയെടുക്കും വിധത്തിലുള്ള ചൂട് നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതാ കൈവെള്ളയിൽ ഒരല്പം നെയ്യൊന്ന് തൂത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറിയ ചൂടുണ്ട് കേട്ടോ, നോക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ രീതിക്ക് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നല്ല ക്രാക്കില്ലാതെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ രീതിയിൽ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് ആ ഒരു ലഡുവിൻ്റെ ഷേപ്പിൽ വലുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. കണ്ടല്ലോ, നല്ല മയത്തിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, ഈ രീതിയിലാണ്. അതുമാത്രമല്ല നല്ല ചക്കക്കുരുവൊക്കെ നല്ല ഹാർഡായിട്ടല്ല നമ്മൾ വറുത്തെടുത്തത്. അപ്പോൾ നമ്മുടെ ആ ഒരു ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് തന്നെ ഇത് നല്ല പോലെ അങ്ങ് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സ്നാക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ കിഡിലും ടേസ്റ്റ് കേട്ടോ. അതേപോലെ തന്നെ നല്ല മഴയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റം വൈകിട്ടുള്ള ചൂട് ചായക്ക് കഴിക്കുമ്പോൾ ഒത്തിരിയും കൂടെ വൈബായിരിക്കും. അത്രയും ടേസ്റ്റാണ് ഈ ഒരു ഐറ്റത്തിന്. അപ്പോൾ ചക്ക ഒക്കെ നല്ല പോലെ കിട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല പോലെ കുരുവൊക്കെ കഴുകി ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് വറുത്ത് പൊടിച്ച് ഒരു കണ്ടെയ്നറിലാക്കി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഒട്ടും കേടാവില്ല. അതേപോലെ തന്നെ ഒത്തിരി വെള്ളത്തിൻ്റെ നനവുകളൊന്നും ഇല്ലാത്ത പാത്രങ്ങളിലൊക്കെ നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്തൊക്കെ വൈകിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഇതേപോലെ റെഡിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചക്കൊന്നും ധാരാളം കിട്ടുന്ന ഒരു കൂട്ടത്തിലല്ല, നമുക്ക് കിട്ടിയതിനനുസരിച്ച് നമ്മളൊക്കെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ മക്കൾക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ചക്ക. ചക്കയിൽ നിന്ന് ഒന്നും നമുക്ക് മാറ്റിയെടുക്കാറില്ല, അത്രയും പോഷക ഗുണമുള്ള ഒരു
ഐറ്റാണ് ചക്കക്കുരുവൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.